എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന സ്തുതി ഇന്റർവ്യൂവിന് വേണ്ടി അങ്ങനെ പോയിരിക്കുവാണ്. ഈ സമയത്ത് 2-3 പേരും കൂടെ ഇന്റർവ്യൂവിനായിട്ട് വന്നിട്ടുണ്ട്. പിന്നീട് അവരോട് സ്തുതി സംസാരിക്കണം. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് സ്തുതി താൻ കുറെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, തനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അവരിലൊരു പതർച്ചയുണ്ടായി. പിന്നീട് അതിലൊരു പയ്യനോട് ചോദിച്ചു, അല്ല നിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും അവൻ പറഞ്ഞു, അല്ല അത്രയ്ക്ക് വലിയ ഇതൊന്നും ഇല്ല, എനിക്ക് ഡിഗ്രി ഒന്നും ഇല്ലാന്ന് പറയണ. ഡിഗ്രി ഒന്നും ഇല്ലേ? ആ ഫയലൊന്ന് കാണിക്കാൻ പറയണം. അങ്ങനെ ഫയലൊക്കെ വാങ്ങി ശ്രുതി നോക്കുവാണ്. ഡിഗ്രി പോലും ഇല്ലാത്ത നിനക്ക് ഇവിടെ ജോലി കിട്ടുവാടാന്ന് ചോദിക്കുകയാണ്. പിന്നീട് അടുത്ത ആളുടെ അടുത്ത് ചോദിച്ചു. അങ്ങനെ അയാളുടെ ഫയലും വാങ്ങി നോക്കി കഴിഞ്ഞപ്പോ അയാൾക്ക് 2 ഡിഗ്രി ഉണ്ട്. എന്നാലും തന്റെ അത്ര ഇല്ലല്ലോ, തനിക്ക് കുറെ ഡിഗ്രികളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ വലിയ ആള് കളിച്ചിങ്ങനെ കാലുമേ കാലൊക്കെ കയറ്റി വെച്ച് വല്ല സെറ്റപ്പിന് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് മൂന്നാമത്തെ ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പൊ അവരോട് ചോദിച്ചു. അപ്പൊ അവര് ഫയല് കാണിക്കണം. ഇതൊക്കെ വെച്ച് ഇവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് പറയണം. ഇത് കേട്ടോ അവരുടെ മനസ്സിടിഞ്ഞു. പിന്നീട് അതിൽ ആ പയ്യൻ ചോദിച്ചു, അല്ല ചേട്ടന്റെ ഡിഗ്രി എന്താന്ന് ചോദിക്കണം. എന്റെ ഡിഗ്രിയോ? നിങ്ങൾ 3 പേരും കൂടെ എടുത്തിരിക്കുന്ന ഡിഗ്രി മൊത്തം ഞാൻ ഒറ്റ ഒരാൾ എടുത്തിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ടോ അവർ ഞെട്ടിപ്പോയി. സത്യമാണോ ചേട്ടാ പറയണമെന്ന് ചോദിക്കും. നിങ്ങൾ നോക്ക്, എന്റെ കാർഡ് കാണിക്കാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? തന്റെ 3-4 ഡിഗ്രി ഉള്ളതിന്റെ എല്ലാത്തിനും കാർഡ് അങ്ങോട്ട് കാണിക്കണം. ഒരു നിമിഷം അവരെല്ലാം ഞെട്ടിപ്പോയി. അവർക്ക് മനസ്സിലായി ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, ഈ ജോലി കിട്ടാൻ പോകുന്നില്ലെന്ന്. പെട്ടെന്ന് തന്നെ അവരവിടെ നിന്ന് എസ്കേപ്പ് ആണ്. വെറുതെ എന്തിനാ സമയം കളയണമെന്ന് ഓർത്തിട്ട് ശ്രുതിക്ക് സന്തോഷമായി. അങ്ങനെ തനിക്ക് എതിരാളികൾ ആരുമില്ല, എല്ലാരും പോയി കഴിഞ്ഞു. ഇനിയിപ്പോ താൻ മാത്രമാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ട് തനിക്ക് ജോലി കിട്ടും. ഈ ജോലിയെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഇനിയിപ്പോ തനിക്ക് നാണക്കേടാവും. നല്ലൊരു കമ്പനിയാണ്, ഈ കമ്പനി ജോലി കിട്ടാന്ന് പറഞ്ഞത് തന്നെ ഒരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെയൊക്കെ വിചാരിച്ച് ശ്രുതി ഇങ്ങനെ സ്വപ്നങ്ങളൊക്കെ കണ്ടിരിക്കുന്ന സമയത്താണ് അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് ശ്രുതിനെ ഇന്റർവ്യൂവിന് വേണ്ടി വിളിക്കണേ. അങ്ങനെ ശ്രുതി അകത്തേക്ക് ഒന്ന് കയറി ചെന്നു. അകത്ത് കയറി ചെന്നപ്പോ 2-3 പേര് ഇരിക്കുന്നുണ്ട്, ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ പാകത്തിന്. അങ്ങനെ ശ്രുതി തന്റെ ബയോഡാറ്റയും കാര്യങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ റെസ്യൂമേ ഒക്കെ നോക്കി കഴിഞ്ഞിട്ട് അവർ ആഹാ കുറച്ച് ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയണം. ഇതേട്ടപ്പോ ശ്രുതി പറഞ്ഞു അതേന്ന് പറയണം. അങ്ങനെ അവരെല്ലാം പരിശോധിച്ച് കഴിഞ്ഞിട്ട് ശ്രുതിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ശ്രുതി പറഞ്ഞു, അതെ എങ്ങനെയെങ്കിലും എനിക്ക് ഈ ജോലി വേണം. കാരണം കുറെ അടുത്ത് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, പക്ഷേങ്കിൽ ഇത്ര നല്ലൊരു കമ്പനിയിലെ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതെന്റെ ഭാഗ്യം തന്നെയാന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, അതെ ശ്രുതിയുടെ ഇത് കണ്ടു കഴിയുമ്പോൾ റെസ്യൂമെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ബോധിച്ചെന്ന് പറയാം. ഇത് കേട്ടതിന് ശ്രുതി പറഞ്ഞു, ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് പോലും ഇത്തരം ഡിഗ്രീസും ഇതൊന്നും കാണത്തില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. ശ്രുതിയുടെ അഹങ്കാരം അങ്ങനെ തലപൊക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവിടെ ഇരുന്ന് ഇന്റർവ്യൂ ബോർഡിൽ അങ്ങനത്തെ ഒരാൾ പറഞ്ഞു, അത് ശരിയാന്ന് പറയണം. പിന്നീട് ശ്രുതി പറഞ്ഞു, എനിക്ക് ഈ ജോലി കിട്ടുമെന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കണം. അതെ ഉറപ്പായിട്ടും കിട്ടുമെന്ന് പറയണം. ഞങ്ങൾ എന്താണെങ്കിലും ഉറപ്പായിട്ടും അപ്പോയിന്റ് ചെയ്യുമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് ഇതിൽ ഒരു സന്തോഷം വേറെ വരാനില്ല. ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേങ്കിൽ അവർ പറഞ്ഞു, അതിന് ചില ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. ഫോർമാലിറ്റീസോ? അതെ, നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ കമ്പനിയെ കുറിച്ച് എന്തറിയാന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, അത് പിന്നെ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനിയാണ്, എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനിയാണ് ആണല്ലോ, അങ്ങനെ കാര്യങ്ങൾ അറിയാലോ എന്ന് പറയണം. ഇപ്പം ഞങ്ങള് കാനഡയിലെ ഒരു വലിയൊരു കമ്പനിയിലേക്കാണ് റിക്രൂട്ട് ചെയ്യുന്നതെന്ന് പറയണേ. കാനഡയിലേക്കാ? അതെ കാനഡയിലേക്ക്. എന്താ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ താല്പര്യമില്ലെന്ന് ചോദിക്കുക. ഇത് കേട്ടത് ശ്രുതി ഒന്ന് ഞെട്ടി. കാനഡയിലേക്ക് പോവുക, അത് ജോലിക്ക് വേണ്ടി കൊള്ളാലോ, സൂപ്പർ ആയിട്ടുണ്ട്. അല്ല എന്റെ സാലറിയും കാര്യങ്ങളൊക്കെ? അതൊക്കെ പറയാം, നിങ്ങൾ ആദ്യം ഒന്ന് സമാധാനപ്പെടാം, എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിശദമായിട്ട് പറയാന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് സന്തോഷമായി. രക്ഷപ്പെട്ടു, കാനഡയിലൊക്കെ പോയി ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല, ഇഷ്ടം പോലെ ശമ്പളവും കിട്ടും. പിന്നീട് അവർ പറഞ്ഞു, അങ്ങനെ കാനഡയിൽ പോയി ജോലിയൊക്കെ ചെയ്യണമെങ്കിൽ അതിനു മുമ്പ് ചില ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. ഒരു നിശ്ചിത എമൗണ്ട് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇടണമെന്ന് പറയണം. ഇത് കേട്ടതും ശ്രുതി ഞെട്ടി. നിശ്ചിത എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് രൂപയെന്ന് പറയാം. ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു, എത്ര രൂപയാ? ഇപ്പൊ തന്നെ അങ്ങ് അടച്ചേക്കാന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് പേഴ്സ് പറഞ്ഞു, 10-300 രൂപ എൻ്റെ കയ്യിലുണ്ട്, ഇത് മതെങ്കിൽ ഇപ്പൊ തന്നെ അങ്ങ് അടച്ച് സെറ്റ് ചെയ്തേക്കാന്ന് പറയാം. ഇത് കേട്ടതും അതിലൊരാൾ ചോദിച്ചു, നിങ്ങളെന്താ ഞങ്ങളെ കളിയാക്കുവാണോന്ന് ചോദിക്കണം. ഇത് കേട്ട ശ്രുതി പറഞ്ഞു, അയ്യോ അതെന്താ സാർ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കാം. 10-300 രൂപയല്ല വേണ്ടത്, 14 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് പറയണം. 14 ലക്ഷമോ? അതെ 14 ലക്ഷം രൂപ അടച്ചാൽ മാത്രം ജോലി കിട്ടത്തുള്ളൂ എന്ന് പറയണം. ജോലി കിട്ടിക്കഴിഞ്ഞ പിന്നെ ഒരു മന്ത്ലി സാലറി ആയിട്ട് 10-23 ലക്ഷം രൂപയൊക്കെ വരുമെന്ന് പറയാം. പിന്നെ എന്താ കുഴപ്പമിരിക്കണമെന്ന് ചോദിക്കാം. ഇത് കേട്ടോ ശ്രുതി ഞെട്ടി. സാർ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? 14 ലക്ഷം രൂപ കൊടുത്ത് ജോലി ഇപ്പം മേടിക്കാൻ പറ്റുന്ന കാര്യമാണോ? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഇവിടെ വേറെ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്, വേറെ ആർക്കെങ്കിലും കിട്ടുമെന്ന് പറയണം. ഇത് കേട്ടോ ശ്രുതിക്ക് ടെൻഷൻ ആയിപ്പോയി. ശ്രുതി ചോദിച്ചു, അല്ല സാർ ഒറ്റയടിക്ക് 14 ലക്ഷം രൂപ അടയ്ക്കണമെന്നുണ്ടോ?
തവണ തവണയായിട്ട് അടച്ചാൽ മതിയോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ അവിടെ ഇന്റർവ്യൂ ചെയ്യാനിരുന്ന ഒരു സാറ് ചോദിച്ചു, ഇതെന്താ വല്ല ഇൻസ്റ്റാൾമെന്റ് ഇതാണോ? തവണ തവണയായിട്ട് പൈസ അടയ്ക്കാനായിട്ട് ഒറ്റ തവണയും കൊണ്ട് പൈസ അടച്ചു തീർക്കണം, അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ. അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ജോലി കിട്ടുള്ളൂ, കാനഡയിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയാം. ശ്രുതിക്ക് ആ പാടൊരു ടെൻഷനായിപ്പോയി. ഇനി എന്ത് ചെയ്യും? പിന്നീട് അവർ പറഞ്ഞു, ആലോചിച്ച് തീരുമാനം എടുത്താൽ മതി എന്ന് പറഞ്ഞു കഴിയുമ്പത്തിന് ശ്രുതി പറയാ സാറെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പോരുവാണ്. ഈ 14 ലക്ഷം രൂപ ഒന്നും രണ്ടും അല്ല, 14 ലക്ഷം രൂപ വേണ്ടേ? അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രുതിയുടെ തല പെരുക്കാൻ തുടങ്ങി. ഇത് എവിടെ ചെന്ന് എത്തുമെന്ന് പോലും അറിയത്തില്ല. പിന്നീട് രവീന്ദ്രനും സച്ചിൻ കൂടെ സംസാരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പം രവീന്ദ്രൻ സച്ചിയോട് ചോദിച്ചു, അല്ല ഓട്ടോ ഒക്കെ ഉണ്ടോയെന്ന് ചോദിക്കണം. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല അച്ഛാന്നൊക്കെ പറയണം. അപ്പോഴേക്കും ചന്ദ്രമതി ശ്രുതിയും കൂടെ അങ്ങോട്ട് വന്നു. ശ്രുതിയോട് ചന്ദ്രമതി ചോദിച്ചു, അല്ല അവൻ ഇനി വൈകുന്നേരം അല്ലേ വരത്തുള്ളൂ എന്ന് ചോദിക്കൂ. ശ്രുതി, അതെ, ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വൈകുന്നേരം വരത്തുള്ളൂ, ചിലപ്പം താമസിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാം. ഇത് കേട്ടപ്പോൾ സച്ചി ചോദിച്ചു, ഇന്റർവ്യൂ? എന്ത് ഇന്റർവ്യൂ? അപ്പൊ അവൻ ജോലിക്ക് പോയതല്ലേ എന്ന് ചോദിക്കാം. രവീന്ദ്രൻ പറഞ്ഞു, അത് ശരിയാണല്ലോ, അവൻ ജോലിക്കാന്ന് പറഞ്ഞ് രാവിലെ പോയതാണല്ലോ, അപ്പൊ അവന്റെ ഉള്ള ജോലിയും കൂടെ കളഞ്ഞോന്ന് ചോദിക്കും. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, അല്ല അത് പിന്നെ രവിയേട്ടാ, ഞാൻ സത്യം പറ, അവന് ജോലി ഇപ്പൊ ഇല്ലേന്ന് ചോദിക്കും. ശ്രുതിക്ക് എന്ത് മറുപടി പറഞ്ഞു നിർത്തില്ല. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, ഇല്ല ജോലി ഇല്ലെന്ന് പറയണം. ഓഹോ, അപ്പൊ ഈ ജോലി അവൻ കൊണ്ടേ കളഞ്ഞോ സച്ചി ചോദിക്കുക. ഞാൻ ഓർക്കുകയും ചെയ്തു, ഇത്രയും ദിവസം അവനൊരു ജോലിക്കകത്ത് പിടിച്ച് നിൽക്കുന്നല്ലോ. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, അതെ ഇന്നാ ജോലി പോയെന്ന് പറയണേ. ഇന്ന് ജോലി പോയെന്നോ? അപ്പൊ ഇന്ന് അവൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയതാന്ന് പറഞ്ഞ? അത് ഇന്റർവ്യൂവിന് പോയി, അപ്പൊ ജോലി പോയതുകൊണ്ടാ. ഇത് കേട്ടപ്പോ സച്ചി അവിടെ ചിരിക്കുവാണ്. ചന്ദ്രമതി ചോദിച്ചു, നീ എന്താടാ ചിരിക്കണേ? എങ്ങനെ ചിരിക്കായിരിക്കും? സാധാരണഗതിയിൽ ആരെങ്കിലും ഒരാൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ജോലി ഉണ്ടെങ്കിൽ ആ ജോലി നിന്നുകൊണ്ട് തന്നെയായിരിക്കും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ആ ജോലി കിട്ടിയതിന് ശേഷം മാത്രമേ നിലവിലുള്ള ജോലി കളയത്തുള്ളൂ. ഇവൻ ആദ്യം ജോലി കളഞ്ഞിട്ട് പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയിരിക്കുന്നു. കൊള്ളാം, നല്ല പണിയാന്ന് പറയണം. രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ ഒരു കാര്യം ഞാൻ പറയാം, അവൻ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് മാത്രമുള്ളോ ജോലി? അവനൊരു മാസത്തിൽ 3-4 തവണ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ, അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? എവിടെയെങ്കിലും കയറും, 3 ദിവസം കഴിയുമ്പോൾ അവിടുന്ന് തിരിച്ചിറങ്ങും എന്നൊക്കെ പറയണം. ഇതൊക്കെ കേട്ടപ്പം ശ്രുതിക്ക് ആ പട ഒരു നാണക്കേടായിപ്പോയി. പിന്നീട് സച്ചി പറഞ്ഞു, അച്ഛാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവന്റെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇതോടൊപ്പം ചന്ദ്രമതി പറഞ്ഞു, പിന്നെ ഈ തവണ എന്താണോ ഉറപ്പോ, അവന് ഉറപ്പായിട്ട് നല്ല ജോലി കിട്ടും. അവന്റെ പഠിപ്പിനും അവന്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലിയായിരിക്കും അവന് കിട്ടാനായിട്ട് പോകുന്നത്. കണ്ടോ രവിയേട്ടൻ, ഇത്ര നാളത്തെ പോലെ ഒന്നും അല്ല, ചെറിയ ജോലിയൊന്നും ആയിരിക്കില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, അതെ വലിയൊരു കമ്പനിയിൽ നിന്നാണ് ഇന്റർവ്യൂ ലെറ്റർ വന്നിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും കിട്ടും അച്ഛാന്നൊക്കെ ശ്രുതിയും പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നേ. ശ്രുതി അങ്ങോട്ടേക്ക് വന്നിട്ട് ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ്. ശ്രുതിയുടെ മുഖം കണ്ടപ്പോൾ സച്ചി ചോദിച്ചു, എന്ത് പറ്റിയടാ ഇഞ്ചി കടിച്ച കുരങ്ങിനെ പോലെ വന്നിരിക്കുന്നേ? എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അത് ഫെയിലായി പോയി തോന്നേ, അതിന്റെ സങ്കടത്തിൽ വന്നിരിക്കുന്നതെന്ന് പറയണം. ചന്ദ്രമതി പെട്ടെന്ന് അടുത്ത് വന്നിരുന്നിട്ട് ചോദിച്ചു, എന്റെ മോനെ എന്തു പറ്റിയടാ ശ്രുതി, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ? കണ്ണൊക്കെ നിറയുന്നുണ്ടല്ലോ, ജോലി കിട്ടാത്തതിന്റെ വിഷമാണോ? നീ സങ്കടപ്പെടണ്ട, നമുക്ക് വേറെ ഏതൊരു ജോലി കിട്ടുമെന്ന് പറയണം. ഇത് കേട്ടപ്പം ശ്രുതി ഒന്നും മിണ്ടാതെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് ഇച്ചിരി നീങ്ങിയിരുന്നിട്ട് ചെവിക്കകത്ത് കുറെ കാര്യങ്ങൾ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ചന്ദ്രമതി അവിടെ നെഞ്ചത്തടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. എന്റെ ഭഗവാനെ, ഞാനിതെങ്ങനെ സഹിക്കും, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇത് കേട്ടോണ്ട് രവീന്ദ്രനൊന്നും മനസ്സിലായില്ല. രവീന്ദ്രൻ ചോദിച്ചു, എന്താ ചന്ദ്രേ, എന്നാലും ഇതെങ്ങനെ സഹിക്കാൻ പറ്റും, എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരയുവാണ്. പെട്ടെന്ന് ശ്രുതിയും രവതിയൊക്കെ നോക്കുവാണ്. അവർക്കൊന്നും മനസ്സിലായില്ല, എന്തിനാ ചന്ദ്രമതി ഇരുന്ന് കരയണേന്ന്. ശ്രുതി ഒരു കാര്യം പറയുകയും ചെയ്തു. അതിനുശേഷം ചന്ദ്രൻ നെഞ്ചത്തടിച്ച് നിലവിളിക്കുക, എന്റെ മോനെ കാണാതെ ഞാൻ എങ്ങനെ ഇരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇതാ. ആ സമയം രവീന്ദ്രൻ പറഞ്ഞു, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? ശ്രുതി കാര്യം എന്താന്ന് പറ, എന്താ പ്രശ്നം എന്നാന്ന് ചോദിക്കണം. എന്തെങ്കിലും തുറന്നു പറയാന്ന് പറയണം. അവസാനം സച്ചി ചോദിച്ചു, നിനക്ക് ജോലി കിട്ടിയില്ലേന്ന് ചോദിക്കുകയാണ്. ജോലി കിട്ടി, പിന്നെന്താ കുഴപ്പം? ജോലി കിട്ടിയാലും സന്തോഷമാണോ? അത് കൊള്ളാലോ, സാധാരണഗതിയിലെ ജോലി കിട്ടാതെ വരുമ്പോ എല്ലാം കിടന്ന് കരയണേ, ഇപ്പൊ ജോലി കിട്ടിയതിന്റെ ബുദ്ധിമുട്ടാണോ ചന്ദ്രൻ നിൽക്കുന്ന? രവീന്ദ്രൻ ചോദിക്കുക. അതൊന്നും അല്ലാന്ന് പറയണേ, പിന്നെന്താ കുഴപ്പം? ഈ സമയം ഒരു നിമിഷം ആലോചിച്ചിട്ട് ശ്രുതി പറഞ്ഞു, അതെ കാനഡയിലേക്കാ പോസ്റ്റിംഗ് ഇട്ടിരിക്കുന്നു പറയണേ. കാനഡയിലേക്കാ? കൊള്ളാലോ എന്ന് രവീന്ദ്രൻ പറയണം. ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, പിന്നെ നിങ്ങൾക്ക് അങ്ങനെ പറയാം, എന്റെ മോനെ ഒരു ദിവസം പോലും ഞാൻ കാണാതിരുന്നിട്ടില്ല. എന്റെ മോനെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല, എനിക്ക് എന്റെ മോനെ കാണണം, എനിക്ക് സഹിക്കാൻ പറ്റില്ല. അവനവിടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടോ ഉറങ്ങിയോ എന്നൊക്കെ ഞാൻ എങ്ങനെ അറിയുന്നേ? മാത്രമല്ല ഭയങ്കര തണുപ്പല്ലേ ശ്രുതി അവിടെ, പിന്നെ നീ എങ്ങനെ അവിടെ പോയി നിൽക്കുന്നേ? ഇഷ്ടപ്പെട്ട ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. ഇവിടെയാണെങ്കിൽ ഞാൻ അവൻ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, അമ്മ എപ്പോഴാണ് ഉണ്ടാക്കി കൊടുക്കണേ? എല്ലാം രേവതിയല്ലേ ഉണ്ടാക്കണേന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് മിണ്ടാട്ടം മുട്ടി. പിന്നീട് ചന്ദ്രമതി എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എന്റെ മോനെ പിരിഞ്ഞ് ഞാൻ ഇരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിക്കുക. രവീന്ദ്രൻ പറഞ്ഞു, ഒന്നും മിണ്ടായിരിക്കുക, അയലക്കാർ കേട്ടുണ്ടെ വേറെ തെറ്റിദ്ധരിക്കും എന്ന് പറയാണ്. ആ സമയം സച്ചി പറഞ്ഞു, എടാ കാനഡയ്ക്ക് പോകുന്നു പറഞ്ഞിട്ട് നിന്റെ മുഖത്ത് എന്താ ഒരു സന്തോഷം ഇല്ലാത്തതെന്ന് ചോദിക്കുക.
ചന്ദ്രമിത്ര നിന്നെ പോലെ ഒന്നല്ല, അവന് കുടുംബത്തോടും വീടിനോടൊക്കെ സ്നേഹമുണ്ട്. അതുകൊണ്ടാ അവന് പോകുന്ന കാര്യം ഓർത്തിട്ട് ഇപ്പോഴേ നല്ല വിഷമാന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ച് സച്ചു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അന്ന് അമ്മയും കൂടെ അവൻ്റെ കൂടെ പൊയ്ക്കോ, അപ്പൊ ഇനി ആ വിഷമം അങ്ങോട്ട് മാറൂല്ലോ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ചന്ദ്ര പറഞ്ഞു, ഓഹോ അപ്പൊ ഞാൻ അങ്ങോട്ട് പോകണമല്ലേ, രവിയേട്ടനെ കേട്ട് ഞാൻ എങ്ങനെ പോണേന്ന് ചോദിക്കാം. അതെ, അച്ഛനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലട്ടാ അച്ഛൻ പറയണേ. അമ്മ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അവിടെ ചെന്ന് അടി ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഇവിടെയാണല്ലേ അമ്മയുടെ അടി ഉണ്ടാക്കുന്ന കളം. ഇവിടെ നിന്നാലേ അമ്മയ്ക്ക് ഒരു സമാധാനം വരത്തുള്ളൂ എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ ചിരിച്ചു. ചന്ദ്രഭദ്രൻ നിനക്കൊക്കെ ഇത് പറയാടാന്ന് പറയണം. സുധിയുടെ മുഖം തെളിയാതെ വന്നു കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു, ഇനി എന്താണ് പ്രശ്നം, നിന്റെ മുഖം എന്താ വല്ലായിരിക്കുന്നേ? പെട്ടെന്ന് ശ്രുതി ചോദിച്ചു, അല്ല അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ പോകേണ്ട വരുമായിരിക്കും അല്ലേന്ന് ചോദിക്കണം. ഒരാഴ്ചക്കുള്ളിൽ പോകേണ്ട വരും, ജോലി ശരിയാവുകയാണെങ്കിൽ. അപ്പൊ ജോലി ശരിയായെന്ന് പറഞ്ഞോ, നിന്നോട് ചെല്ലാൻ പറഞ്ഞൊക്കെ പറഞ്ഞോ? അപ്പം ജോലിയൊന്നും ആയിട്ടില്ലേ എന്ന് സച്ചി ചോദിക്കണം. ഒരു നിമിഷം ചന്ദ്രൻ ഇങ്ങനെ നോക്കുവാണ്. രവീന്ദ്രൻ ചിരിക്കാൻ തുടങ്ങി. ജോലി ആകുന്നതിന് മുമ്പ് എന്തേ അങ്ങോട്ട് കാനഡയ്ക്ക് പോകുന്ന കാര്യം പറഞ്ഞു ചന്ദ്ര ഇവിടുന്ന് കരയാൻ തുടങ്ങി. സച്ചു പറഞ്ഞു, എന്ത് ചെയ്യാനാ എൻ്റെ അച്ഛ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കുഞ്ഞുണ്ടായി എൻ്റെ കാതുകുത്തും കല്യാണം നടത്തുന്നതിനെ കുറിച്ച് ഓർത്തിട്ട് അമ്മ ഇവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് വല്ല കഥയുണ്ടോ? ആദ്യം കല്യാണം നടത്താൻ നോക്കുവല്ല ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അമ്മയുടെ അവസ്ഥ എന്ന് പറയണം. അവന് ജോലി പോലും ആയിട്ടില്ല. ഇത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു, പിന്നെ നീ എന്ത് വർത്താനാണോ പറഞ്ഞേ, ജോലി ആയെന്നൊക്കെ പറഞ്ഞേ, നീ എന്തിനാ കള്ളത്തരം പറഞ്ഞാണോ, ഞങ്ങളെ വീണ്ടും പറ്റിക്കുവാണെന്ന് ചോദിക്കും. അതല്ല അച്ഛാ, ജോലി വേണം നാളെയാണെങ്കിൽ റെഡിയാവുമെന്ന് പറയാം. പിന്നെന്താ കുഴപ്പം, അതിന് ചില ഫോർമാലിറ്റീസുകളൊക്കെ ഉണ്ടെന്ന് പറയണേ. എന്ത് ഫോർമാലിറ്റീസ്? കുറച്ച് പൈസ അടയ്ക്കണമെന്ന് പറയാം. പൈസ അടയ്ക്കാനാ? അതെ, ഒരു 14 ലക്ഷം രൂപ കെട്ടണമെന്ന് പറയാം കാനഡയ്ക്ക് പോകണമെങ്കിൽ. ഇത് കേട്ടത് രവീന്ദ്രൻ അവിടെ ചിരിക്കാൻ തുടങ്ങി. സച്ചിൻ ചിരിക്കാൻ തുടങ്ങി. 14 ലക്ഷം രൂപ അടച്ച് ജോലി മേടിക്കാം, കൊള്ളാടാ, നീ കാനഡയ്ക്ക് പോയത് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് സച്ചി ഇരിക്കാൻ തുടങ്ങി. രവിയൊക്കെ ചിരിക്കുക. പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു, എങ്ങനെ ഇതെനിക്ക് സഹിക്കാൻ പറ്റും? കാനഡയ്ക്ക് പോകുന്നു, നീ പോകുന്ന ഓർത്തുണ്ട് ദേ ചന്ദ്രമതി ഇപ്പൊ തൊട്ടിരുന്ന് കരയാൻ തുടങ്ങിയതാ. ഇനിയിപ്പൊ കരയണ്ട ചന്ദ്രേ, നീ എഴുന്നേറ്റ് പൊക്കോ. അവനൊരിടത്തേക്കും പോകാനൊന്നും പോകുന്നില്ല. കാരണം 14 ലക്ഷം രൂപ അടയ്ക്കാൻ വേണമല്ലോ, എവിടെ നിന്ന് ഉണ്ടാക്കാനാ? ആ സമയം ശ്രുതിയുടെ അടുത്തേക്ക് എന്നിട്ട് സച്ചി പറഞ്ഞു, അതേ പാർലമേ ഒരു കാര്യം ശ്രദ്ധിച്ചോ, 14 ലക്ഷം രൂപ അവൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോട്ട് ഇടുന്നത് നിങ്ങളെ ആയിരിക്കും, നിങ്ങളൊന്ന് സൂക്ഷിച്ചിരിക്കാൻ നിൽക്കൊള്ളാം എന്ന് നമ്മുടെ സച്ചി അങ്ങോട്ട് കയറി പോവാണ്. ശ്രുതിക്ക് മനസ്സിലായി അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്റെ തലയിലേക്ക് വരുവോളെന്ന്. ശ്രുതിക്ക് വല്ലാത്തൊരു വിഷമമായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിൽ ശ്രുതി നിൽക്കുവാണ്. ഈ സമയം രവീന്ദ്രൻ മുറിയിലേക്ക് പോയിട്ട് കിടന്ന് അട്ടഹസിച്ചിരിക്കുകയാണ്. അപ്പോഴേക്ക് സച്ചി അങ്ങോട്ടേക്ക് വന്നു. സച്ചി വന്നിട്ട്, ചെന്താച്ചാ ഭയങ്കര സന്തോഷമുള്ളോ? എങ്ങനെ സന്തോഷിക്കായിരിക്കൂടാ, ഞാൻ ചന്ദ്രയുടെ കാര്യം ഓർത്തിട്ട് ചിരിച്ചു പോയതാ. കാനഡയ്ക്ക് പോവാന്ന് കേട്ടപ്പോ തന്നെ അവള് മകനെ പിരിഞ്ഞിരിക്കുന്ന കാര്യം ഓർത്തിട്ട് വിഷമിച്ച് എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയത്, എല്ലാം ഒരു നിമിഷം കൊണ്ട് താർന്നു പോയില്ലെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, ഇതാച്ചാ കാള പെറ്റെന്നോർത്ത് ഉടനെ എന്നെ കയറെടുക്കുന്ന, ഇപ്പം മനസ്സിലായില്ലേന്ന് ചോദിക്കാം. അമ്മയുടെ സ്വഭാവം അതാ, കേട്ട പാതി കേൾക്കാത്ത പാതി അമ്മ അതെല്ലാം കൂടി വിശ്വസിച്ചു. അവൻ എന്താണല്ലോ ഒരു കാനഡയ്ക്കും പോകാൻ വന്നില്ല. 14 ലക്ഷം രൂപ പോയിട്ട് 14 രൂപ തിരച്ചെടുത്ത് എടുക്കാനല്ലാത്ത അവൻ എങ്ങനെയാ അച്ഛൻ കാനഡയ്ക്ക് പോണെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, അത് ശരിയാടാ മോനെ എന്ന് പറഞ്ഞ് രവീന്ദ്രൻ ചിരിക്കുകയാണ്. സച്ചു പറഞ്ഞു, എത്ര കാലത്തിന് ശേഷം അച്ഛൻ ഇത്ര സന്തോഷത്തോടെ ഞാനിന്ന് ഇരിക്കുന്നത് കാണുന്നത്, എപ്പോഴും അച്ഛൻ ഇങ്ങനെ തന്നെ ഇരിക്കണം, അതാ എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.